വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് വന്നിട്ട് ഞാനും അച്ഛനും കൂടിയിട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ് കേട്ടോ. രാവിലെ തന്നെ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വൈബിലാൻഡ് ഉണ്ടല്ലോ, അവിടെ ബാബുനും ദിലുവിനും ഒരു ആഡ് ഉണ്ട്, അതായത് അവിടെ ഒരു ഷൂട്ട് ഉണ്ട്. അപ്പം അവർക്ക് പൂളിൽ ചാടാനോ ഒറ്റയ്ക്ക് കഴിയില്ലല്ലോ, അപ്പം നമ്മളും കൂടി പോവാണ്. ഇമ്മാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇമ്മാക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൊണ്ടോട്ടിക്ക് പോണ ബസ്സിലാണ് കയറിയിരിക്കുന്നത്. അറവങ്കരാണ് കേട്ടോ ഇറങ്ങേണ്ട സ്ഥലം. എന്നിട്ട് അവിടുന്ന് നേരെ ഓട്ടോ വിളിച്ച് പോകണം. അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ ചായ കുടിച്ചു കേട്ടോ. ഞാനൊന്നും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ നീച്ചപ്പം തന്നെ ഉമ്മ പറഞ്ഞു പൂളിക്ക് വിളിക്കേണ്ട, വേഗം പൊയ്ക്കോ പറഞ്ഞാണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇന്നാദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ പേര് ഇന്ത്യ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വൈബിലാൻഡിലേക്ക് ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബുക്കാണെങ്കിൽ വെയ്യ കേട്ടോ, കണ്ണിൻ്റെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓട്ടോറിക്ഷ ഭയങ്കര കുലുക്കട്ടോ, റോഡ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊട്ടിയൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഭയങ്കര കുലുക്ക. ഞാൻ ഇങ്ങനെ ഉള്ളിലിരുന്ന് കണ്ട് ഇങ്ങനെ ചാടി കളിക്കായിരുന്നു. എനിക്ക് ചിരി വരിക ഈ വണ്ടിൻ്റെ പോക്ക് കണ്ടിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടുന്ന് ഉള്ളിലേക്ക് ഒരു 50 രൂപേൻ്റെ ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കുലുക്ക കഴിച്ച് ഇതിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു കുലുക്കാണെന്ന് അറിയാം വണ്ടി. പിന്നെ അങ്ങനെ പൊടിച്ച് വെച്ച് പ്രമുഖ സെലിബ്രിറ്റി ഇതാ മാലന്റെ ഷൂട്ട് എടുക്കുന്നു ഗൈസ്. എന്താ ബാബു സ്വിമ്മിംഗ് പൂളിൽ ചാടാനും മുത്തും കല്ലക്കള കുപ്പായിട്ടാ നിക്കണേ. നമ്മളെ ദിലുവിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഞാൻ പോകുമ്പോ ഇതിന്ന് എന്തെങ്കിലും ഒന്ന് മുക്കി കൊണ്ടുപോകും. അവളെ കൈമുള്ള റിങ് എനിക്കിഷ്ടമാണ്. നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളത്. വൈപ്സ് ഉണ്ട്, നമുക്കൊരു വൈപ്സ് എടുക്കാം. കാരണം നല്ല വെയിലാണ് കേട്ടോ. എങ്കിലേ നമ്മുടെ ബിസിനസ്, നമ്മുടെ കുടുംബവും നമുക്ക് ഈ കുടുംബത്തിൻ്റെ ആദ്യമുള്ളൊരു സന്തോഷം. കേറിയോ ചെയ്. കറക്കിട്ടൊക്കെയാണോ വരുന്നത്? ഗൈസ്, നമുക്ക് ദിലുവിന്റെ അടുത്തേക്ക് പോയേക്കാം. ദിലു എന്തോ അവിടെ വലിയതായ പരിപാടിയിലാണ്. ദിലു എന്താണ് പരിപാടി? ഈ റിങ് എനിക്ക് വേണം. ഈ റിങ് തരില്ല, ഓരോക്ക് തന്നോണ്ടി. ഞാൻ ഇന്ന വരെ ഇവളോടൊന്നും ചോദിച്ചിട്ടില്ല ഗൈസ്, അതുകൊണ്ട് എനിക്ക് ഈ റിങ് തരണം. ഞാൻ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ റിങ് പോകുമ്പോ കൊണ്ടുപോകുന്നതാണ്. ആട് നല്ല നല്ല കാല് കയറ്റക്കട പൊട്ട. മെല്ലെ അടിക്കോ, മെല്ലെ അടിക്കോ. എടുക്കണോ അവരൊക്കെ കൊച്ചില്ല, നല്ല ലേറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിനു വേണ്ടി ഒരു ചെറിയൊരു ഫണ്ട് നമുക്ക് ഉപകാരപ്പെടും, നീക്കി വെക്കണം എന്നുള്ളതാണ്. കാരണം മലപ്പുറം ജില്ല വിചാരിച്ചാൽ കഴിയാത്ത ഒന്നും ഇല്ലാതെ നടക്കുന്നത്
ഇത്രയും വലിയൊരു കുടുംബസംഗമം വിളിച്ചു നടത്താൻ ഒരു ചെറിയൊരു യൂണിറ്റാണ് ഗവൺമെൻറ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ടില്ലാതെ വലിയൊരു അപ്പം എയർപോർട്ട് ഉണ്ടോ? എയർപോർട്ട് നമുക്ക് ആരും തരാനില്ല. മാലിങ്ങോട് നല്ല കുട്ടിയല്ലേ ഇതിലും എനിക്ക് ദിലുവിൻ്റെ അടുത്ത് ഇത് ഞാൻ നോക്കി, ഇത് ഞാൻ നോക്കി. ഒരു മാല ഇത് ലെയറിന്റെ വേണ്ടത് മതി. ഞാൻ വിളിച്ചു കൊടുക്കിയോന്ന് ബാബ എക്സ്പ്രഷൻ അപകട സാഹചര്യങ്ങളിൽ ഒരു മനുഷ്യ നമ്മളിപ്പോ പൂളിന്റെ ഉള്ളിൽ കടന്നു കേട്ടോ. ഇവിടെ എന്തോ സൗണ്ട് ഒക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറയണ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ ഡ്രസ്സൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ പൂള് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്, വലിയ പൂളാണ്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, വേറൊരു പ്രൊമോഷൻ ഷൂട്ടിന് പോകാനുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാവേ. ആണ് പൂള് കണ്ടോ, നല്ല വലിയ പൂളാണ്. അവിടെ അച്ചും ബാബു ഒലക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതിലുണ്ട്, ബാബുണ്ട്. അപ്പൊ ഇതങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അയക്ക് വികാഞ്ഞാ മതി, വികരുതിട്ടോ. നോക്കി വാ, വീണാ കോമഡി കാരം. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go. So guys, ഞാൻ പോയി കുളിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാവേ. റബ്ബർ കുളത്ത് ഇവിടെ സ്പോട്ടായിട്ടുണ്ട്. പൂളിൽ തട്ടടാ ഞാൻ കയ്യൂല ഗൈസ്, സീനാണ്. അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് ഓട്ടങ്ങളൊക്കെ ഒന്ന് കാണാം. എൻ്റെ ഫോണ് വെള്ളമാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ വെള്ളമാവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം. പൂതിണ്ട് ഇങ്ങനെ വെച്ചെടുത്തരാൻ ആരും ഇല്ലാത്തതിനാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് കുറച്ച് നീന്തലൊക്കെ ഇങ്ങനെ എടുക്കാം അല്ലേ. ഫോൺ നമുക്ക് വെള്ളമാണെങ്കിൽ നിങ്ങൾ ഇനി കാണാൻ വന്ന നമ്മളെ ദിലുവിന്റെ ചാട്ടമാണ്. ചാടേ, ഞാൻ ഷോർട്സ് ഇറക്കൂട്ടാ. ചാട്. അതെന്നെ രണ്ടാളൊപ്പ ചാടി. ഷോർട്സ് ഒന്ന് ചാടണോ. തല്ലുണ്ടാക്കല്ലേ, എനിക്കറിയണ പോലല്ല ചാടുക. ഇതൊന്ന് ചാടിക്കാൻ അങ്ങനെ നോക്കാം. നമ്മളെ പൂളിൽ ചാട്ടം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ബാബുവിൻ്റെ അപ്പം ബാബു ഇന്നെ ആക്കി തരാൻ പറഞ്ഞു കേട്ടോ, അങ്ങാടി വരെ. അവിടുന്ന് അങ്ങോട്ട് ബസ്സിൽ പോകണം. അടിപൊളിയേനു. പക്ഷെ ഞാൻ കുറേ നേരം ചാടി. ആ ദിലുവിൻ്റെ ആക്കി വീഡിയോ ആണ് പാടിയത്. അങ്ങനെ എന്താ പൂളിൽ ചാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലുള്ള ബസ്സിൽ കയറി ഇരുന്നു കേട്ടോ. ഭയങ്കര വിശപ്പുണ്ട്, കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വെള്ളത്തിൽ കിടന്നതും വെയിലും ഒക്കെ കൂടി ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ.
പിന്നെ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നമ്മളെ നാട്ടിലെത്തിയിട്ട് ഒരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നേ. ഇതാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു ഷൂട്ടിന് പോകണം കേട്ടോ വൈകിട്ട്. അപ്പം ഞാൻ ആകെ കുഴങ്ങിക്കണം ഇപ്പോഴത്തെ. നമ്മളിപ്പോൾ സ്റ്റുഡിയോയിലോട്ട് വന്നതാണ്. എനിക്ക് പോകുമ്പോൾ ഒരു ടീഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഈ രണ്ടെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. ഇനി നോക്കട്ടെ എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇനി പുറത്ത് പോയിട്ട് നമുക്ക് ഒന്നും കൂടി നോക്കാം. അൻഷിക്ക് ഫോട്ടോ വിട്ടെടുത്തപ്പോൾ അൻഷിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത്. പിന്നെ നമുക്ക് വേറെ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഇപ്രാവശ്യം സ്റ്റുഡിയോയിൽ വലിയ കളക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ടോപ്പ് എടുക്കണം വിചാരിച്ച് ചെന്നായിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കളക്ഷനൊന്നും പോലും ഇറക്കിയിട്ടില്ല, എന്താണെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ വന്നിക്കാണ്, ജ്യൂസ് കടയ്ക്ക് വന്നിക്കാണ് കേട്ടോ. എന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തത് വലിയ കോമഡിയാണ്. ഇത്രയും വിശന്നിരിക്കുന്ന സമയത്ത് എരിവുള്ള സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മോമോസ് മേടിച്ചു, ഷെസ്വാൻ മോമോസ്, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്. നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടുത്തെ മോമോസ് നമ്മൾ കൊളായിന്ന് ഒരു ദിവസം ഷെസ്വാൻ മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ഇതിൽ ഓർഡർ ചെയ്തതാണ് ഞാൻ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഭയങ്കര ഒരു വെന്തിട്ടും ഇല്ല, എന്നാൽ ഭയങ്കര കട്ടിയും ഉണ്ട്. എനിക്കറിയില്ല മോമോസ് ഇങ്ങനെ ആണോ എന്നുള്ളത് കേട്ടോ, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല. ഞാൻ വയറ് നിറച്ചങ്ങോട്ട് കഴിച്ചു. നല്ല എരിവുണ്ട്. എൻ്റെ കണ്ണിന്ന് മൂക്കുന്നൊക്കെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഞാൻ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്, അതായത് റൈസായിട്ട് അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ നിന്ന് വേഗം പോകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ലേറ്റായിട്ട് കഴിച്ചിട്ട് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ATM ന്ന് കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൈസ ഒക്കെ എടുത്തിട്ട് ഞാൻ നമ്മളെ വീട്ടിൽ ഇരുമ്പൊയ്ക്കുള്ള ബസ് പിന്നെയും കയറി ഇരിക്കുകയാണ്. എനിക്ക് വയ്യ ഗൈസ്, ഞാൻ ചത്തിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കാണാം. അപ്പം അസ്സലാമു അലൈക്കും, ടാറ്റാ.